അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എങ്ങനെയാണ് അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മൈദ മാവിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മാവിൻ്റെ ആ ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ട ആവശ്യമുള്ള ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പഴത്തിന് നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം കുറച്ചൊരു നുള്ളു ഉപ്പും കൂടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരത്തിൻ്റെ ഒപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമ്മൾ ഈ മാവ് കുറേശ്ശെ ആയിട്ടൊന്ന് ഇതുപോലൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കിയെടുത്ത് വീണ്ടും കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ആവശ്യത്തിനുള്ള ആ ഒരു പരുവാകുന്നവരെ നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ സോഡാ പൗഡറോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, അരിപ്പൊടി പോലും ചേർക്കുന്നില്ല. അരിപ്പൊടി ഉപയോഗിച്ച് ഉള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ആ പരുവമായിട്ടുണ്ട് മാവ് കലക്കിയത്. അതിലേക്ക് നല്ല പഴുത്ത് തോല് കരിഞ്ഞ ആ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് 2 പഴമുണ്ട്. അതിതുപോലെ തോലൊക്കെ കളഞ്ഞ് 2 സൈഡും ഒന്ന് മുറിച്ചെടുത്ത് ചെറിയ ഒരു ഇത് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു പഴം ഞാൻ 3ആയിട്ടാണ് നെടുകെ കീറുന്നത്. അങ്ങനെ 2 പഴത്തിൽ നമുക്ക് 6 പഴംപൊരി കിട്ടി. നല്ല സുടാ പഴംപൊരിയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ആ മാവിലേക്കൊന്ന് മുക്കി വയ്ക്കാം. കനം കൂടുതൽ വേണമെന്നുള്ളവർ ഒരു പഴത്തിന് 2 സ്ലൈസ് ആക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറേ കനമൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് മാവ് കോട്ടിംഗ് ഒന്നും കൊടുക്കാതെ ഒരു സാധാ ഒരു മീഡിയം സൈസിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണോ ഉപയോഗിച്ച് കൊടുക്കുന്നത്. നല്ല വെളിച്ചെണ്ണയിലൊക്കെ ചൂടുകയാണെങ്കിൽ നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാൻ എടുത്ത് ചൂടായതിന് ശേഷം 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനകത്തേക്ക് പഴം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡും നമ്മൾ മറിച്ച് ഇട്ട് 2 സൈഡും ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയിൽ മുങ്ങി കുളിക്കാതെ തന്നെ നമ്മൾ ബാലൻസ് എണ്ണ വീഴുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.